തിരുവനന്തപുരം പാറശാലയിൽ സ്കൂളിലെ കിണറ്റിൽ പാമ്പുകൾ. കൊടവിളാകം ഗവൺമെന്റ് LPS സ്കൂളിലെ കിണറ്റിൽ 2 പാമ്പുകളെയാണ് കണ്ടെത്തിയത്. ആഴ്ചകൾക്ക് മുൻപ് തന്നെ വിവരം അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നാരോപിച്ച് രക്ഷിതാക്കൾ സ്കൂളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സ്ഥലത്ത് പോലീസും അഗ്നിരക്ഷാസേനയും എത്തി. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, എന്താണ് രക്ഷിതാക്കളൊക്കെ പറയുന്നത്? എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം? വേണു, നിലവിലും ഈ പാമ്പുകൾ ഈ സ്കൂളിനകത്തുള്ള കിണറിൽ തന്നെയാണ് ഉള്ളത്. ഈ മാതാപിതാക്കൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലൊരു വിവരം ഈ സ്കൂൾ അധികൃതരെയും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരെയും ഉൾപ്പെടെ അറിയിച്ചിരുന്നതാണ്. 2 പാമ്പുകളാണ് ഈ കിണറിലുള്ളത്. ഈ കുട്ടികൾ തന്നെയാണ് ഇത് മാതാപിതാക്കളോട് പറയുന്നതും മാതാപിതാക്കൾ ഈ സ്കൂളിലേക്ക് എത്തുകയും ഇതിന്റെ ഹെഡ് മാസ്റ്ററോട് ഉൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്രിസ്മസ് അവധിക്ക് തൊട്ട് മുൻപായി വീണ്ടും മാതാപിതാക്കൾ സമ്മർദ്ദം ഈ സ്കൂളിൽ ചുമത്തിയിരുന്നു. അതിന് പിന്നാലെ സ്കൂൾ അധികൃതർ പറഞ്ഞ മറുപടി ഈ ക്രിസ്മസ് അവധിക്ക് തന്നെ ഈ പാമ്പുകളെ കിണറിൽ നിന്ന് മാറ്റാം, അത്തരത്തിലുള്ള സുരക്ഷാ നടപടികളൊക്കെ സ്വീകരിക്കാം എന്നുള്ളതാണ് സ്കൂൾ അധികൃതരും ഇവരോട് പറഞ്ഞിരുന്നതാണ് മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ സ്കൂൾ തുറന്ന് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുമ്പോഴും നിലവിലും ഈ പാമ്പുകൾ 2 പാമ്പുകൾ കിണറിലുണ്ട് എന്നുള്ളതാണ് മാതാപിതാക്കൾ ഏറ്റവും പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രക്ഷിതാക്കൾ ഒന്നടങ്കം സ്കൂളിലേക്ക് എത്തുകയും രാവിലെ മുതൽ സ്കൂളിൽ കുത്തിയിരിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ പാമ്പിനെ ഇവിടെ നിന്ന് മാറ്റാതെ, ഈ പാമ്പുകൾ ഇവിടെ നിന്ന് മാറ്റാതെ സ്കൂൾ വിട്ട് പോകില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. നിലവിൽ സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ ഓരോരുത്തരായി രക്ഷിതാക്കൾ തിരിച്ചു കൊണ്ടുപോകുന്നുമുണ്ട്. എന്തായാലും സ്ഥലത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ്. വേണു, അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.